യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട ചിന്തകളിലൂടെയും നമ്മൾ കടന്നു പോവുകയാണ്. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ഒക്കെ നമ്മൾ അനുസ്മരിക്കുന്ന, ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ യേശുവിനോട് ചേർന്ന് നിന്ന പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്കൊന്ന് പതിപ്പിക്കാം. ദൈവപുത്രന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മ ഒരുപാട് ജീവിത നൊമ്പരങ്ങളിലൂടെ, സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയവളാണ്. ക്രിസ്തുവിൻ്റെ അമ്മയായി ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയം ആ പദവിയിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനവുമായുള്ള മാതാവിൻ്റെ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധ്യാന വിഷയമാക്കണം. മറിയത്തെക്കുറിച്ച് പറയുന്നത്, മറിയം വചനം ശ്രവിച്ചവളായിരുന്നു, വചനത്തിൽ വിശ്വസിച്ചവളായിരുന്നു, വചനത്തിൻ്റെ മേൽ ധ്യാനിച്ചവളായിരുന്നു, വചനം പൂർത്തിയാക്കിയവളായിരുന്നു. ഈ 4 ഘടകങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നു പോവുക. വചനം ശ്രവിച്ച അമ്മയെ നമ്മൾ കാണുന്നു. ഗബ്രിയേൽ ദൂതൻ ഇതാ നന്മ നിറഞ്ഞവളെ എന്ന് വിളിച്ച് അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നിമിഷത്തിൽ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്നുള്ള വാർത്ത കേട്ട നിമിഷത്തിൽ പ്രാർത്ഥനാപൂർവം മറിയം അത് ശ്രവിച്ചു. ദൈവത്തിൻ്റെ വചനത്തെ ശ്രവിച്ചു. ദൂതനിൽ നിന്ന് മാത്രമല്ല, അതുവരെയുള്ള ജീവിതകാലങ്ങളിൽ മുഴുവൻ വചനം ശ്രദ്ധാപൂർവം വായിച്ച് അത് ഉള്ളിൽ സൂക്ഷിച്ച് ദൈവം നേരിട്ട് സംസാരിക്കുന്നതായി കണ്ട് ശ്രവിച്ചവളായിരുന്നു മറിയം. ഈ പശ്ചാത്തലത്തിൽ ദൂതൻ പറഞ്ഞ വചനം ശ്രദ്ധാപൂർവം വചനം ശ്രവിച്ചു. ഒരു വ്യക്തിയുടെ ദൈവാനുഭവത്തിൻ്റെ, ദൈവാവിഷ്കാരത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് വചനത്തിൻ്റെ ശ്രവണത്തിൽ നിന്നാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, പ്രഘോഷിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. നമ്മളെയൊക്കെ ഈ നോമ്പുകാലം വിളിക്കുന്നത് വചനം ശരിക്കും ശ്രവിക്കുന്ന ഒരു കാലമായിരിക്കണം. നമ്മൾ മത്സ്യമാംസാദികളും മുട്ടയും ഒക്കെ വർജിക്കുന്നവരുണ്ട് ധാരാളം പേര്. അതിലുപരി വചനം ശ്രവിക്കുന്ന ഒരു നോമ്പുകാലം, വചനം വായിക്കുക, അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക, അങ്ങനെ നിരന്തരം ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെടുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടാകണം. വചനത്തെ ശ്രവിച്ച മറിയം നമ്മുടെ മുമ്പിൽ ആ മാതൃകയായിട്ട് നിൽക്കുന്നു. ദേവാലയത്തിലെ കുർബാന മധ്യേയുള്ള വചനവായന പോലും ശ്രവിക്കുന്നത് വളരെ അശ്രദ്ധയോടുകൂടിയല്ലേ നമ്മളിൽ പലരും. ഒരു കുർബാനയിൽ ഏത് വചനം വായിച്ചുവെന്ന് പിന്നീട് ചോദിച്ചാൽ അതറിയത്തില്ലാത്ത ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കുക. അങ്ങനെ ശ്രവിക്കുന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്ന കാണാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച സാമുവേലിനെ ദൈവം ഒരു സമൂഹത്തിൽ പുരോഹിതനായി ഉയർത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ ആർക്കെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച മനുഷ്യരായിരുന്നു. അത് വെറുതെ കേട്ടുപോവുകയല്ല, ശ്രദ്ധാപൂർവം ധ്യാനപൂർവം ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശ്രവണം. അത് മറിയത്തിൽ സംഭവിച്ചു. മറിയം ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചു. അമ്മയെപ്പോലെ നമുക്കും ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ ഈ നോമ്പുകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്, അമ്മ വചനത്തിൽ വിശ്വസിച്ചു. ശ്രവിക്കുക നമുക്ക് എളുപ്പമാണ്, വിശ്വസിക്കുക അത്ര എളുപ്പമല്ലല്ലോ. അപ്പം അമ്മ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. ദൈവിക നടത്തിപ്പിൽ, ഇടപെടലിൽ, രക്ഷാകര പദ്ധതിയിൽ അമ്മ അങ്ങ് വിശ്വസിച്ചു. അതുകൊണ്ടാണ് പിന്നീട് എലീശുവ അമ്മ ലൂക്കാസ് സുവിശേഷം 1:45 വാക്യത്തിൽ മറിയത്തെ നോക്കി പറയുക, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മളെയൊക്കെ ഭാഗ്യത്തിലേക്ക് ഉയർത്തുകയാണ് ഈ വിശ്വാസം. കാണപ്പെടാത്തതുണ്ട് എന്നുള്ള ഉറപ്പ്, പ്രത്യാശയിൽ ലഭിക്കുമെന്നുള്ള ബോധ്യം, ഇതാണ് വിശ്വാസമെന്ന് എബ്രായ ലേഖനത്തിൻ്റെ 11 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, അത് നടക്കുമെന്ന് വിശ്വസിക്കുക. മാറ്റങ്ങളുടെയും മറിച്ചിലുകളുടെയും ലോകത്തിൽ മാറ്റമില്ലാതെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രം.
തേനിനെയും തേൻകെട്ടയേക്കാൾ മധുരമുള്ളത് ദൈവത്തിൻ്റെ വചനം മാത്രം. ഈ ഉറപ്പ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ദൈവം പറഞ്ഞാൽ അതുപോലെ നടക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസം ഇത് അമ്മയെ കൈപിടിച്ച് നടത്തി. നമ്മളെല്ലാവരിലും ഉണ്ട് 3 സ്വഭാവങ്ങൾ. നമ്മളിലൊക്കെ ഉണ്ട് ഒരു കച്ചവടക്കാരൻ, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ബുദ്ധിജീവി, അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയൻറ്റിസ്റ്റ്. ഇത് 3മാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിനെല്ലാം സമർപ്പിക്കുന്ന ഒരു വിശ്വാസി നമ്മുടെ ഉള്ളിൽ ജന്മമെടുക്കണം. നമ്മൾ കച്ചവടക്കാരനുണ്ട്. ലാഭനഷ്ടങ്ങളുടെ കണക്ക് കൂടി എനിക്ക് എന്നാ കിട്ടും എന്നുള്ള ചിന്തയോടുകൂടി മറ്റൊരു വ്യക്തിയോട് ബന്ധം സ്ഥാപിക്കുന്നത് എന്നിലെ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയക്കാരിയാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഹലോ പറഞ്ഞ് കൃത്രിമമായി ചിരിച്ചും എല്ലാവരെയും സുഖിപ്പിച്ചും നല്ല ഇംപ്രഷൻ കൊടുത്ത് കടന്നു പോകുമ്പോൾ എന്നിലെ ബിസിനസ്സുകാരൻ, രാഷ്ട്രീയക്കാരൻ വീണ്ടും ജനിക്കുന്നു. ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കുന്ന കച്ചവടക്കാരൻ, ഇംപ്രഷൻ കൊടുത്ത് കടന്നു പോകുന്ന രാഷ്ട്രീയക്കാരൻ. എൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ചേർന്നത് മാത്രം ഞാൻ വിശ്വസിക്കും, അതിനപ്പുറത്തൊന്നും എനിക്കില്ല. ആ രീതിയിൽ പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയൻറ്റിസ്റ്റ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഇതൊന്നും ആയിരുന്നില്ല അമ്മ. ജാട കാണിച്ച് രാഷ്ട്രീയക്കാരിയായിരുന്നില്ല. ലാഭനഷ്ടങ്ങളുടെ കണക്ക് കൂട്ടുകയുള്ളല്ല, നഷ്ടം സഹിക്കാൻ ഇറങ്ങിത്തിരിച്ചവൾ. ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്തേക്ക് വളർന്നവൾ. കാരണം അവൾക്കറിയാം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെക്കുന്ന ദൈവരാജ്യ രഹസ്യങ്ങൾ ദൈവം ശിശുസഹജമായ മനസ്സുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ആ ഉറപ്പോടുകൂടി നടന്നവളായിരുന്നു അമ്മ. രാഷ്ട്രീയ, ബിസിനസ്, ഭൗതിക തലങ്ങളെ ഒക്കെ മാറ്റി വെച്ചിട്ട് വിശ്വസിച്ചവളായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഇന്ന് നിറവേറട്ടെ. എൻ്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. അമ്മ വിശ്വസിച്ചു. 1, വചനത്തെ ശ്രമിച്ചു. 2, ദൈവം പറഞ്ഞ വചനം അതുപോലെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ നിറവേറുമെന്ന് കണ്ണടച്ച് വിശ്വസിച്ചു. 3, അമ്മ വചനത്തെ ധ്യാനിച്ചു. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതായിരുന്നല്ലോ മറിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന അമ്മ. ആരോടും ഒന്നിനെക്കുറിച്ചും പരിഭവമില്ല, പരാതികളില്ല. ആകുലതകളും വ്യഗ്രതകളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലങ്ങ് സംഗ്രഹിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞ വചനത്തിന് മേൽ അടയിരുന്നു. ഒരു തള്ളക്കോഴി മുട്ടയുടെ മേൽ അടയിരിക്കുന്നത് പോലെ വചനത്തിന് മേൽ അടയിരുന്ന അമ്മയെ നമ്മൾ കാണുകയാണ്. നമ്മളൊക്കെ വചനം കേൾക്കും, ധ്യാനം കൂടും, പക്ഷെ അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിയുമ്പം അതങ്ങ് മറന്നുപോകും. എത്രയോ ധ്യാനമന്ദിരങ്ങളും ധ്യാന പ്രഘോഷകരും പ്രഘോഷണ വേദികളും ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം കൂടിയവരൊക്കെ ധ്യാന ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അതേ അരൂപിയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ മുഖം മൊത്തം മാറുമായിരുന്നല്ലോ. നമ്മൾ കേൾക്കുന്നുണ്ട്, ഒരു പരിധിവരെ വിശ്വസിക്കുന്നുമുണ്ട്, പക്ഷെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ധ്യാന ദിവസങ്ങളിൽ എപ്പോഴും ആൾക്കാർക്ക് സ്തുതിക്കാൻ തോന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ധ്യാനം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പം ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അതിൻ്റെ കാരണം ഈ വചനത്തിന് മേൽ അടയിരിക്കാത്തത് കൊണ്ടാണ്. അടയിരുന്ന മനുഷ്യരൊക്കെ ജീവിതത്തിൽ മാറ്റം വന്ന മനുഷ്യരായി മാറി. എത്രയോ ജീവിതങ്ങളെ നമ്മൾ കണ്ടെത്തും വചനത്തിന് മേൽ വചനത്തെ ഉപാസിച്ചവർ. അപ്പം അമ്മ വചനം ശ്രവിച്ചു, ആ വചനത്തിൽ വിശ്വസിച്ചു, ആ വചനത്തെ അമ്മ ധ്യാനിച്ചു. വീണ്ടും ആ അമ്മ വചനത്തെ മാംസം ധരിച്ചു. ആ വചനത്തെ അമ്മ പൂർത്തീകരിച്ചവളാണ്. അമ്മ വചനത്തെ പൂർത്തീകരിക്കുന്ന അമ്മയായിട്ടാണ് നമ്മൾ കാണുക. വചനം മാംസം ധരിക്കുന്ന അമ്മ. ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധാപൂർവം കേട്ട് വിശ്വസിച്ച് അടയിരുന്നവരൊക്കെ ജീവിതത്തിൽ ആ വചനത്തെ സാക്ഷാത്കരിച്ചു ജീവിത സാക്ഷ്യങ്ങളിലൂടെ. എത്രയോ വ്യക്തികളെ നമ്മൾ കണ്ടെത്തും. സെന്റ് അഗസ്റ്റിൻ തിന്മയുടെ പാപപങ്കിലമായ ഒരു ജീവിതത്തിൽ കഴിഞ്ഞു. പക്ഷേ റോമാലേഖനം വായിച്ച നിമിഷം മുതൽ അദ്ദേഹത്തിന് ഹൃദയത്തിൽ മാറ്റമുണ്ടായി. രൂപകൂട്ടി വണങ്ങപ്പെടുന്ന വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യവാളനായി അദ്ദേഹം മാറി. പാപത്തിൻ്റെതായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും വിശുദ്ധിയുടെ തലത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു വലിയ വിശുദ്ധൻ. ഫ്രാൻസിസ് സേവിയർ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം എന്നുള്ള ഒരു വചനം ഉള്ളിൽ ചാട്ടുളി പോലെ ചതഞ്ഞു കയറി. 2ാം ക്രിസ്തു എന്നറിയപ്പെടാൻ അസീസിയിലെ ഇറ്റലിയിലെ സമ്പന്നനായ ഫ്രാൻസിസ് അസീസി
നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഉടുതുണി പോലും ഉരിഞ്ഞു കൊടുത്ത് മെത്രാന്റെ മന്ദിരത്തിൽ നിന്നും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് കുടുംബബന്ധം മുഴുവൻ തിരിച്ചിറങ്ങി തിരിച്ച അസീസിലെ ഫ്രാൻസിസ് ആ വചനത്തെ ജീവിതത്തിൽ ഗർഭം ധരിച്ചവനും വചനത്തെ പൂർത്തീകരിച്ചവനുമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ വിശുദ്ധരും ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: ഭൂതകാലമില്ലാത്ത ഒരു വിശുദ്ധനില്ല എന്ന പാഠം. സകല പാപികളും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു: ഒരു ഭാവി കാലമില്ലാത്ത പാപിയില്ല, ഭൂതകാലമില്ലാത്ത വിശുദ്ധനുമില്ല. ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ട് വചനത്തെ ധ്യാനിച്ച് വചനത്തെ ഉപാസിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പം നമ്മുടെ ജീവിതയാത്രകളിൽ ഒരു വലിയ മാറ്റം വരുന്നു. അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു: വചനം ശ്രവിക്കുക, വചനത്തെ ധ്യാനിക്കുക, വചനത്തിൽ വിശ്വസിക്കുക, ആ വചനമനുസരിച്ച് ജീവിതത്തിൻ്റെ ക്രമങ്ങളെ പ്രവൃത്തികളെ ക്രമപ്പെടുത്തുക. നോമ്പ് കാലത്ത് അമ്മയുടെ ഈ മാതൃക നമ്മുടെ മാതൃകയായിട്ട് മാറട്ടെ. കൂടുതൽ സമയം ദൈവവചനം വായിച്ച് ധ്യാനിക്കുവാൻ, കൂടുതൽ സമയം അത് ശ്രദ്ധയോടെ വായിച്ച് അതിൽ വിശ്വസിക്കുവാൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ മേൽ ധ്യാനപൂർവ്വം അടയിരിക്കുവാൻ. അങ്ങനെ വായിച്ച് ധ്യാനിച്ച് അടയിരുന്ന വചനത്തെ ജീവിത പ്രവൃത്തികളിലൂടെ പൂർത്തീകരിക്കുവാൻ, സാക്ഷാത്കരിക്കുവാൻ ദൈവം നമ്മളെയൊക്കെ വിളിക്കുകയാണ്. ഈ ഒരു ചിന്ത അമ്മയോട് ചേർത്ത് വെച്ച് നമ്മുടെ ഉള്ളിൽ നമുക്ക് സൂക്ഷിക്കാം. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്മയുടെ ഒരു വലിയ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. ശിരസായ മിശിഹായിക്ക് ജന്മം കൊടുത്ത അമ്മ ഉടലായ സഭയുടെ ജന്മത്തിനും നേതൃത്വം കൊടുത്ത് സാക്ഷ്യം വഹിച്ചവളായിരുന്നു. ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ആ അമ്മ ശിരസായ മിശിഹ, സഭയുടെ ശിരസായ മിശിഹായിക്ക് ജന്മം കൊടുത്ത അമ്മ വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 1:14 ശിരസിൻ്റെ ഉടലായ സഭയുടെ ജന്മത്തിലും സാക്ഷ്യം വഹിക്കുന്ന ഒരമ്മയെയാണ് നമ്മൾ കണ്ടെത്തുക. കുരിശിന് ചുവടി നിൽക്കുന്ന അമ്മ കാലിത്തൊഴുത്തിലും കാനായിലും ഒക്കെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരമ്മയെ നമ്മൾ കണ്ടെത്തുന്നു. കാലിത്തൊഴുത്തിലും കാൽവരിയിലുമൊക്കെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരമ്മയാണ് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഈ അമ്മയുടെ ജീവിതത്തിലൂടെ വചനം കേട്ട് വചനത്തിൽ വിശ്വസിച്ച് വചനത്തെ ധ്യാനിച്ച് വചനത്തിന് പ്രത്യുത്തരം കൊടുത്ത അമ്മയോടുകൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ അമ്മയിൽ തിളങ്ങിയിരുന്ന ചില മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ, അമ്മയുടെ ജീവിതത്തിലൂടെ അമ്മ കടന്നുപോയ ചില അനുഭവങ്ങൾ ഈ നോമ്പ് കാലത്ത് ത്യാഗപൂർവം നമ്മളും സ്വന്തമാക്കണം. അമ്മയെക്കാട് വലിയൊരു പ്രത്യേകത, സ്വപ്നങ്ങൾ ചിതറപ്പെട്ട സ്ത്രീയായിരുന്നു പരിശുദ്ധ അമ്മ. ഏതോ ഒരു യുവതിക്കുമുണ്ട് ഭാവിയെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ, ഏതോ ഒരു സ്ത്രീക്കുമുണ്ട് കുടുംബത്തെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ, ഭർത്താവിനെക്കുറിച്ചൊരു സ്വപ്നം, കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു സ്വപ്നം, ഭാവികാല കുടുംബത്തെക്കുറിച്ച് ഒരു സ്വപ്നം. ഈ സ്വപ്നം മുഴുവൻ ചിതറപ്പെട്ടവളായിരുന്നു പരിശുദ്ധ അമ്മ. ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് ഇതാ നന്മ നിറഞ്ഞവളെ എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ മംഗളവാർത്ത അരളിയ നിമിഷം മുതൽ പിന്നെ അമ്മയുടെ ജീവിതത്തിൽ സ്വന്തമായ സ്വപ്നങ്ങളില്ലല്ലോ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നെ നിറവേറട്ടെ എന്ന് അമ്മ പറയുമ്പോൾ അമ്മയുടെ സകല സ്വപ്നങ്ങളും ദൈവകരങ്ങളിലേക്ക് അമ്മ സമർപ്പിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാമെന്നല്ല അമ്മ പറയുക. പിന്നെയോ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഞാൻ വെറൊരു വെള്ളക്കടലാസാണ്, നിനക്ക് ഇഷ്ടമുള്ളത് ഞാൻ എന്ന കടലാസിൽ നീ എഴുതിക്കൊള്ളുക. നമുക്കറിയാം, ദൈവേഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുമ്പോഴല്ലേ ലോകത്തിൽ അത്ഭുതങ്ങൾ നടക്കുക. പ്രകാശം ഉണ്ടാകട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് സൃഷ്ടികർമ്മം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യാവതാരം. അമ്മയുടെ ഒരു സമ്പൂർണമായ സമർപ്പണം, ഒരു സമ്പൂർണമായ കൊടുക്കൽ. കണക്കുകൂട്ടലുകളില്ല, കൂട്ടിക്കിഴിക്കലുകളില്ല, ഒന്നുമില്ല. പൂർണ്ണമായിട്ടങ്ങ് കൊടുത്തു, ദൈവം പ്രവർത്തിക്കട്ടെ എന്നുള്ള ഒരു ഉറപ്പോടുകൂടി. അമ്മയുടെ സകല സ്വപ്നങ്ങളും ചിതറപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ സ്വപ്നം അമ്മയിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. മനുഷ്യരായ നമ്മൾ നമ്മുടേതായ ചില സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാൻ മനസ്സാകുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക. സ്വന്തമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ദൈവഹിതപ്രകാരം നമ്മൾ ത്യജിക്കുമ്പോൾ, അത് വേണ്ടെന്ന് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് നമ്മുടെ ജീവിതം ഒരു വേദിയായിട്ട് മാറുന്നു.
ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് നമ്മുടെ ജീവിതം മാറുന്നു. ദൈവത്തിന് എഴുതുവാനുള്ള ഒരു കടലാസായിട്ട് നമ്മുടെ ജീവിതം മാറുന്നു. ഇതാണ് അമ്മ നമ്മളെ പഠിപ്പിക്കുക. മകനെ, മകളെ, നിങ്ങൾക്ക് നമുക്കൊക്കെ ഉണ്ട് ചില സ്വപ്നങ്ങൾ. അത് എൻ്റെ മാനുഷിക ബുദ്ധിയിലുള്ള സ്വപ്നങ്ങളാണ്, മാനുഷികമായ ഭാവനയിലുള്ള സ്വപ്നങ്ങളാണ്. അത് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് സമ്പൂർണ്ണ സമർപ്പണം നടത്തി എൻ്റെ സ്വപ്നങ്ങളെ തമ്പുരാന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ലോകത്തിൽ നടക്കുമെന്ന് പഠിപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ നോമ്പ് കാലത്ത് കൊച്ചു കൊച്ചു ത്യാഗങ്ങളിലൂടെ, കൊച്ചു കൊച്ചു വേദനകളിലൂടെ, ചെറിയ ചെറിയ പരിത്യാഗ പ്രവൃത്തികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ദൈവം വിളിക്കുന്നു, നിന്റെ സ്വപ്നങ്ങൾ പോലും എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുക. മത്സ്യമോ മാംസമോ മുട്ടയോ പാലോ എന്നതിലുപരി നീ മെനഞ്ഞെടുക്കുന്ന മാനുഷികമായ സ്വപ്നങ്ങൾ, സ്വന്തമെന്ന് കരുതുന്ന ഒരുപിടി കാഴ്ചപ്പാടുകൾ, എൻ്റേതെന്ന് മുറുകെ പിടിക്കുന്ന ഒരുപിടി കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സ്വന്തം പുത്രനായ ഇസഹാക്കിനെ പോലും കൊടുക്കുവാൻ പൂർവ്വപിതാവായ അബ്രാഹാം കാണിച്ച മനസ്സുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കശക്കി എറിഞ്ഞ ഒരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ, പകുക്കുവാൻ, പകുത്തു കൊടുക്കുവാൻ ദൈവം വിളിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ. സ്വപ്നങ്ങൾ തകർക്കപ്പെട്ട ഒരമ്മയെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും സംശയത്തിന് വിധേയയായ ഒരു സ്ത്രീയായിരുന്നു പരിശുദ്ധ മറിയം. യോസേപ്പ് പിതാവ് ഒന്നിച്ച് വസിക്കുന്നതിന് മുമ്പ് അമ്മ ഗർഭിണിയായി കാണപ്പെട്ടു. പലരും ചോദിച്ചിട്ടുണ്ട്, മറിയം ഉദരത്തിലെ ശിശുവിൻ്റെ പിതാവ് ആര്? ഭൂമിയിൽ ഒരു പിതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത മറിയത്തെയാണ് നമ്മളവിടെ കാണുക. യേശുവിൻ്റെ പ്രത്യേകത ഇതാണല്ലോ, സ്വർഗത്തിൽ ഒരമ്മയില്ലാതെ, ഭൂമിയിൽ ഒരപ്പനില്ലാതെ അവൻ ജനിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ അപ്പനെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഒരു വ്യക്തിയില്ലെന്ന് ആൾക്കാർ സംശയിക്കും. ഇന്നാണേ സംശയിക്കും, പിന്നെ അന്നോ? സംശയത്തിന് വിധേയയായ ഒരു സ്ത്രീ, യോസേപ്പ് പിതാവിനാൽ പോലും സംശയിക്കപ്പെട്ടവൾ, മനുഷ്യരാൽ തീർച്ചയായും സംശയിക്കപ്പെട്ടവൾ. പക്ഷേ സംശയമില്ലാത്ത ഒരു വിശ്വാസം അവളെ കൈപിടിച്ച് നടത്തി. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവമാണ് ഇതെന്നെ ഏൽപ്പിച്ചതെങ്കിൽ ഇതിൻ്റെ ബാക്കിയും എൻ്റെ ദൈവം കാത്തുകൊള്ളും. ഇത് മറിയത്തിൻ്റെ ഉറപ്പായിരുന്നു. ഈ അമ്മയാണ് നമ്മൾ കാണുക. ആര് സംശയിച്ചാലും വെറുതെ നിശബ്ദയായി ഇരുന്നു കൊടുത്തു. വേണ്ട സമയത്ത് ദൈവം ഇടപെടുമെന്ന് ഉറച്ചങ്ങ് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ സംശയത്തിന് വിധേയരായേക്കാം. ചിലർ നമ്മളെ ശരിക്കും മനസ്സിലാക്കണമെന്നില്ല. അങ്ങനെ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളിൽ മനസ്സ് പതറി നമ്മൾ തളരരുത്. സഫാനിയ പ്രവാചകൻ പറഞ്ഞതുപോലെ ശാന്തമായി ഇരുന്നു കൊടുക്കുക. അമ്മ അതാണ് ചെയ്തത്. മനുഷ്യൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കൊടുത്തു പോകാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയുകയല്ലോ. പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംശയം വന്നപ്പം ഒന്നും മിണ്ടാതെ ശാന്തമായി ദൈവത്തിൽ ദൃഷ്ടി പതിച്ച് പരിശുദ്ധ അമ്മ കടന്നുപോയി. ദൈവം വേണ്ട സമയത്ത് ഇടപെട്ടു. അവൾ രക്തസാക്ഷികളുടെ രാജ്ഞിയായി, സ്വർഗത്തിൻ്റെ രാജ്ഞിയായി ദൈവത്താൽ ഉയർത്തപ്പെട്ടു എന്നാണ് നമ്മൾ കാണുക. സംശയത്തിന് വിധേയയായ അമ്മ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോമ്പുകാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു നൊമ്പരമായിരിക്കാം തെറ്റിദ്ധാരണ. മറ്റുള്ളവർ നമ്മളെ സംശയിക്കുന്നു, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് കേൾക്കേണ്ടി വരും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സംശയത്തിന് വിധേയയായ പരിശുദ്ധ അമ്മയുടെ ആ മനോബലം, ആത്മധൈര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. അപ്പോൾ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ മനസ്സിൽ ധ്യാനിച്ചവൾ, സംശയത്തിന് വിധേയയായിട്ടും ആ സംശയത്തിൻ്റെ നടുവിലും തളരാതെ പിടിച്ചു നിൽക്കുന്ന അമ്മ. ഈ രണ്ട് പ്രത്യേകതകൾ മാതാവിൽ നമ്മൾ കാണുകയാണ്. ഇതിനുള്ള ബലം കിട്ടിയത് എവിടുന്ന? വചനത്തെ ശ്രവിച്ചു, വചനത്തിൽ വിശ്വസിച്ചു, വചനത്തെ ധ്യാനിച്ചു, വചനത്തെ മാംസം ധരിച്ചു. സ്വന്തം ജീവിതത്തിലെ അമ്മ വചനത്തെ പൂർത്തീകരിച്ചു. ആ അമ്മയ്ക്ക് ഏതിനെയും അതിജീവിക്കുവാനുള്ള ശക്തി കിട്ടി, മാനസികമായ ധൈര്യം കിട്ടി. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അമ്പോ നോയമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവിനോട് ചേർന്ന് നിന്ന അമ്മയുടെ
സഹന രീതികൾ, വിശ്വാസദാർഢ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലും മുറുകെ പിടിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഈ ഭൂമിയിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ ജീവിക്കുമ്പോൾ, മർത്യമായ ശരീരത്തിൽ അമർത്യമായ ആത്മാവിനെ വെച്ച് യാത്ര ചെയ്യുമ്പോൾ, ദുർബലമായ ശരീരത്തിൽ ബലമുള്ള ആത്മാവിനെ ദൈവം തന്ന് നമ്മളെ കാക്കുമ്പോൾ, അമ്മയോടൊത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ചുവടുകളെ നമുക്കൊന്ന് വെക്കാം. അമ്മയോട് ചേർന്ന് ജീവിതയാത്രകളെ നമുക്കൊന്ന് ക്രമീകരിക്കാം. അമ്മയുടെ സഹന വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഏത് നൊമ്പരത്തിലും പതറാതെ നിന്ന അമ്മ കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ക്രിസ്തുവിനോട് കൂടെ നിന്ന ആ അമ്മ നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുവാൻ കാനായിൽ എന്നതുപോലെ പുത്രൻ്റെ സന്നിധിയിൽ ഇന്നും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. അമ്മയോടുള്ള വണക്കത്തിലും ആദരവിലും ഈ നോമ്പുകാലത്ത് അല്പം കൂടി ആഴമായി നമുക്ക് വളരാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നല്ല ദൈവത്തെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിൽ ഏറ്റവും വിശുദ്ധിയും വെടിപ്പും വെണ്മയുമുള്ളവളായി അങ്ങ് മറിയത്തെ കണ്ടെത്തി. ദൈവകുമാരൻ്റെ അമ്മയായി മറിയത്തെ നൽകി. ആ അമ്മയെ ഞങ്ങളുടെയും അമ്മയായി അങ്ങ് നൽകി. അമ്മയോടൊത്ത് ജീവിതയാത്ര ചെയ്ത് അമ്മയെപ്പോലെ വചനം ശ്രവിച്ച്, വചനത്തിൽ വിശ്വസിച്ച്, വചനത്തെ ധ്യാനിച്ച്, വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്കും ഇടയാകണമേ. ദൈവവചനത്തിൽ ഉപാസകരായി ജീവിച്ച് ജീവിതത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കി നിത്യകിരീടം നേടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര